ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെ നമ്മുടെ സന്തോഷിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് വീണനെ കാണുമ്പോൾ തന്നെ സന്തോഷിനെ വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ ആവാട്ടോ. വീണ പറയുന്നുണ്ട്, അല്ല സന്തോഷേട്ട വീണ്ടും ജോലി ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വന്നു. എന്നിട്ട് എന്താ സന്തോഷയുടെ വീണ്ടും ജോലി ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും മിണ്ടാത്തത്? അത് വീണേ, എനിക്കെന്തോ മനസ്സിനൊരു സുഖം തോന്നണില്ല. ഇത് കൊള്ളാം. സന്തോഷേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വിഷമമാവില്ല സന്തോഷേട്ടാ. നോക്ക്, സന്തോഷേട്ടൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. സന്തോഷേട്ടൻ ജോലി ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം അങ്ങനെ പോകും. ഒരുപാട് പേരെ കാണോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും. എപ്പോഴും ഇവിടെ നിന്ന് ബുക്ക് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ബുക്കേ വായിച്ചുകൊണ്ടിരിക്കേണ്ട, ഒരു ബുക്ക് വായിക്കേണ്ട, ഒരു 7 ആൾക്കാരെ പരിചയപ്പെട്ട് സംസാരിക്കണേക്കാളും ഒരു 7 ആൾക്കാരെ പരിചയപ്പെട്ട് സംസാരിക്കണതും ഒരു ബുക്ക് വായിക്കണതും ഒരുപോലെയാണെന്ന് സന്തോഷം കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ജോലി സ്ഥലത്ത് പോവാ, എല്ലാവരും സംസാരിക്കുക, പഴയ പോലെ ആക്റ്റീവ് ആകുക. സന്തോഷയുടെ ജോലിക്ക് പോകുന്നു, എനിക്ക് വാക്കുതാ, എങ്കിൽ മാത്രമേ ഞാൻ സന്തോഷത്തോടെ ഇവിടെ നിന്ന് മടങ്ങിപ്പോളൂ, അല്ലെങ്കിൽ ഞാൻ പിണങ്ങും എന്ന് നമ്മുടെ വീണ പറയാണ്. ഇത് കേൾക്കണ സന്തോഷം വീണക്ക് വാക്ക് കൊടുക്കാണ്. ശരി വീണേ, ഞാൻ വീണ്ടും ജോയിൻ ചെയ്യാം, നിനക്ക് വാക്ക് തരാണ്. അത് കേട്ടാ മതി. അങ്ങനെ സന്തോഷ് വീണക്ക് ഒരു സാരിയൊക്കെ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ അമ്മയും കൊടുത്തയക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് സന്തോഷത്തോടെ വീണ വീട്ടിലേക്ക് വരുമ്പോ ടീച്ചറും കനി ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുവാട്ടോ. നീ ഞങ്ങളെ പറഞ്ഞതൊന്നും കേട്ടിട്ട് നിനക്ക് ഒരു കുലുക്കവും ഇല്ലല്ലേ? ഞങ്ങളെയൊക്കെ അപമാനിക്കണ പോലെ നീ ഇവിടുന്ന് പോയല്ലേ? അമ്മേ, അത് സന്തോഷേട്ടനെ കാണാൻ. സന്തോഷേട്ടൻ ഇപ്പൊ നിന്റെ ആരാണ് എന്ന് കനി ചോദിക്കുകയാണ്. അത് സന്തോഷേട്ടനെ ഈ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത വിഷമം പോലെ. ആ അവസ്ഥക്ക് കാരണം നീയാണോ? അല്ലല്ലോ. അതുകൊണ്ട് നീ അതിലേക്ക് പോകണ്ട. പിന്നെ അടുത്ത ആഴ്ച നിങ്ങളുടെ ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവാൻ വേണ്ടി പോകാണ്. നിങ്ങൾ രണ്ട് വഴിക്കാവാൻ വേണ്ടി പോകാണ്. അതിനുശേഷം നീ ഇതുപോലെ ഇറങ്ങി പുറപ്പെടോ? ഇല്ല, അതിനുശേഷം ഞാൻ ഇതുപോലെ പോവില്ല എന്ന് വീണ പറയാണ്. ഇത് കേൾക്കണ ടീച്ചർ പറയുന്നുണ്ട്, കണ്ടില്ല കനി, ഇവളുടെ ഈ സ്വഭാവം തന്നെയാണ് ഇവൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്നത്. എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കും. ഇവളുടെ മനസ്സിൽ എന്താണെന്ന് അമ്മയായ എനിക്ക് പോലും അറിയില്ല. ഇവളെ ആ രാധയും അതുപോലെ തന്നെ മഹേഷും നേരത്തെ ഒരുപാട് ഉടായ്പ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവരുടെ മനസ്സിലിരിപ്പ് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവളുടെ മനസ്സിൽ എന്താണ് ദൈവം തമ്പുരാന് പോലും അറിയില്ല എന്ന് ടീച്ചർ പറയാണ്. കനി പറയുന്നുണ്ട്, വീണെ, ഞാൻ നിനക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നില്ലെങ്കിൽ നീ ജോണേട്ടന്റെ ജീവിതത്തിലേക്ക് പോവാ, അല്ലെങ്കിൽ സന്തോഷേട്ടൻ മതി എന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നിർത്തിവെക്കുക, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് ജീവിക്കുക. എന്താ വെച്ചാൽ നീ തീരുമാനിക്കേ. എനിക്ക് സന്തോഷേട്ടനെ വേണ്ട, അതിനു വേണ്ടിയുള്ള ഡിവോഴ്സിന് ഞാൻ പോയത്. പിന്നെ എന്തിനാ സന്തോഷന്റെ ജീവിതത്തിലേക്ക് പോണത്? സന്തോഷിനെ വീണ്ടും പ്രതീക്ഷ കൊടുക്കാനോ? ഇത് നല്ലതിനല്ല വീണേ. നീ കാരണം ഒരുപാട് പേരുടെ ജീവിതം തകരുന്നുണ്ട്, അത് നീ ഓർക്ക് എന്ന് വീണെടുത്ത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വീണ കേൾക്കുന്നേ ഇല്ല കേട്ടോ. വീണ പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ജീവിതത്തിൽ വരുമ്പോഴേ അനുഭവിക്കുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ അവരോടൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. കനി ചോദിക്കേണ്ടല്ല, നിന്റെ കയ്യിൽ എന്താണാവോ? നിന്റെ അമ്മായിയമ്മയും അമ്മായച്ചനും സന്തോഷേട്ടന് തന്ന ഗിഫ്റ്റുകളായിരിക്കും അല്ലേ? അവിടെ നിന്ന് ഗിഫ്റ്റ് വാങ്ങാനും ഭക്ഷണം പോയി കഴിക്കാനും സന്തോഷേട്ടനെ സമാധാനിപ്പിക്കാനൊക്കെയാണ് നിന്റെ പണി. അതിനിടയ്ക്ക് നീ ജോണേട്ടനെ മറന്നു പോകുന്നുണ്ട്. നിനക്ക് ജോണേട്ടന്റെ ജീവിതത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ ഒരു തീരുമാനം വേണം. നിനക്ക് ജോണേട്ടനെ വേണോ വേണ്ടയോ? അത് എനിക്ക് ജോണേട്ടനെ മതി. എങ്കിൽ ജോണേട്ടനെ നിന്റെ വിവാഹം ഞാനും ഇളയമ്മയും കൂടി നടത്തി തരും. പക്ഷേ നീ മര്യാദക്ക് സന്തോഷിനെ മറന്ന ജോണേട്ടനെ മാത്രമായിട്ട് ജീവിക്കണം. പറ്റും എന്നൊക്കെ വീണ പറയാണ്. പക്ഷെ വീണയല്ലേ ആള്. ഒന്ന് സന്തോഷം വിഷമിച്ചെന്ന് അറിഞ്ഞാലോ, അല്ലെങ്കിൽ സന്തോഷിന് വിഷമോ ആകെ മൂഡ് ഔട്ട് ആയെന്ന് അറിഞ്ഞാൽ, അസുഖം കൂടിയെന്ന് അറിഞ്ഞാലോ ഒക്കെ വീണ അവിടെ നിന്ന് ഓടിപ്പോകും സന്തോഷിന്റെ അടുത്തേക്ക്. എന്തൊക്കെ പറഞ്ഞാൽ സന്തോഷിന്റെ ഭാര്യ ആയിരുന്നല്ലോ വീണ. ആ ഒരു അറ്റാച്ച്മെന്റ് വീണ മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ട്. എന്തായാലും ആ ഒരു ഭാഗമാണ് നമ്മളിനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.